വൈറ്റ്ല റെയിൽവേ ട്രാക്കിന് സമീപം യുവതിയെ കൊലപ്പെടുത്തിയ ഷാജി കസ്റ്റഡിയിൽ. CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത്. പ്രതിയും യുവതിയും കാറിൽ വന്നിറങ്ങുന്നതും നടന്നു പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഷാജി തിരികെ കാറിൽ കയറുമ്പോൾ ഷർട്ടിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്നും പോലീസ്. അനിൽ ജോർജാണ് വിവരങ്ങളുമായി ചേർന്നത്. അനിൽ ജോർജ്, എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ? ഷാമിലി, രാവിലെ തന്നെ യുവതിയുടെ മരണം കൊലപാതകമാണെന്ന സ്ഥിരീകരണം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണം CCTV-കൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷാജി എന്ന പൊന്നുടിഞ്ഞി സ്വദേശിയായ ഷാജി എന്നയാളും ഒരു യുവതിയും വന്ന് ഇറങ്ങുന്നത് കണ്ടു. അതിനുശേഷം ഈ ഷാജി തിരികെ പോകുമ്പോൾ ഷാജി മാത്രമായാണ് തിരികെ പോയതെന്നും ഇവർ ഈ CCTV ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു. തന്നെയല്ല, തിരികെ പോകുന്ന സമയത്ത് ഷാജിയുടെ ഷർട്ടിൽ ചോരക്കറ കണ്ടെത്തുകയും ചെയ്തു. ഈ റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഷാജി യുവതിയെ കൊന്നത് എന്ന കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ് കൊലപാതകത്തിനുള്ള കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിനെ വ്യക്തമാവുകയുള്ളൂ. ഷാജിയെ ഇപ്പോൾ തേവര അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ആണ് ചോദ്യം ചെയ്യുന്നത്. ഇതിനുശേഷം മരട് പോലീസ് സ്റ്റേഷനിലേക്ക് ഷാജിയെ കൊണ്ടുപോവുകയും ചെയ്യും. സംഭവ സ്ഥലത്ത് എത്തിച്ച് ഇന്ന് തന്നെ തെളിവെടുക്കുകയും ചെയ്യും. യുവതിയുമായി ഷാജിക്ക് ഉണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നു, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തായിരുന്നു തുടങ്ങിയവ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഷാമിലി. ശരി, അനിൽ ജോർജ്.